കാളികാപീഠം ജൂന അഖാഡയെയും മഹാമണ്ഡലേശ്വർ ഉൾപ്പെടുന്ന സന്യാസി ശ്രേഷ്ഠരെയും ഹൈന്ദവ സമൂഹത്തെയും അപമാനിച്ച കൊച്ചിൻ ദേവസ്വം ബോർഡ് മാർച്ച് 19 ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ ശ്രീമൂലസ്ഥാനത്ത് വൈകിട്ട് 5 മണിക്ക് കേരളത്തിൽ നിന്നുമുള്ള മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജനെ സ്വീകരണവും ആദരവും നൽകാൻ സാംസ്കാരിക നഗരി തീരുമാനിച്ചിരുന്നു. ഇതിനുള്ള വളരെ വിപുലമായ സജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്നതാണ്. വളരെ നേരത്തെ ദേവസ്വത്തെ അറിയിച്ച് അപേക്ഷ കൊടുത്ത പരിപാടിയായിരുന്നു ഇത്. 18 ശ്രീ വടക്കുംനാഥനിൽ കലശം നടക്കുന്നതിനാൽ ശ്രീമൂലസ്ഥാനത്ത് ഒഴിവില്ലെന്നും 19 നടത്തുന്നതെങ്കിൽ ശ്രീമൂലസ്ഥാനത്ത് വേദി നൽകാമെന്നും ദേവസ്വം പറഞ്ഞതിനെ തുടർന്ന് ആദ്യം മാർച്ച് 18 നടത്താൻ തീരുമാനിച്ച പരിപാടി മാർച്ച് 19 മാറ്റുകയായിരുന്നു. ഇപ്രകാരം ദേവസ്വം തന്നെ ആവശ്യപ്പെട്ട് തീയതി മാറ്റിയ പരിപാടിക്കാണ് പിന്നീട് വേദി നിഷേധിച്ചിരിക്കുന്നത്. അവസാന നിമിഷത്തിൽ കൊച്ചിൻ ദേവസ്വം സ്വാമിജിക്കുള്ള സ്വീകരണത്തിന് മുൻകൂട്ടി ചോദിച്ചതും സമ്മതിച്ചതുമായ സ്ഥലം നൽകാൻ കഴിയുകയില്ല എന്ന് അറിയിക്കുകയായിരുന്നു. ശ്രീ ശങ്കര ജന്മഭൂമിയിൽ നിന്ന് ആദ്യമായി ഒരു മഹാമണ്ഡലേശ്വർ ഉണ്ടായി വന്നതിനെ ഭക്തർ മലയാളി സമൂഹത്തിന്റെ പുണ്യമായാണ് കരുതുന്നത്. സ്വാമിജിയെ സമുചിതമായി സ്വീകരിക്കാനും ആദരിക്കാനും സനാതന സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന എല്ലാ സംഘങ്ങളും സമുദായ സംഘടനകളും ക്ഷേത്ര സമിതികളും സന്യാസ സമൂഹവും പ്രമുഖ വ്യക്തികളും ഏകസ്വരത്തിൽ തീരുമാനിച്ചതാണ്. ഈ പുണ്യസംഘമാണ് കൊച്ചിൻ ദേവസ്വത്തിന്റെ അധാർമികമായ ഇടപെടലിലൂടെ അവഹേളിക്കപ്പെട്ടിരിക്കുന്നത്. ഈ സ്വീകരണത്തിൽ പാറമേക്കാവ് ദേവസ്വവും തിരുവമ്പാടി ദേവസ്വവും എല്ലാ രീതിയിലും പങ്കെടുക്കുകയും സഹകരിക്കുകയും ചെയ്യുമ്പോഴാണ് കൊച്ചിൻ ദേവസ്വത്തിന്റെ ഈ നിഷേധാത്മക നിലപാട്. ഈ പ്രവൃത്തിയിലൂടെ ഭാരതത്തിലെ തന്നെ പ്രമുഖ സന്യാസിവര്യനെയും അദ്ദേഹത്തെ കാണാനും അനുഗ്രഹം വാങ്ങാനും എത്തുന്ന പതിനായിരങ്ങളെയും കൊച്ചിൻ ദേവസ്വം അപമാനിച്ചിരിക്കുകയാണ്. ഹിന്ദു സമൂഹത്തിന് നേരെ ദേവസ്വം കാണിച്ച ഈ അനീതിയോട് കടുത്ത പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ അന്യാധീനപ്പെട്ടുപോയ കാശിയിലെ സത്രം നിയമ പോരാട്ടത്തിലൂടെ തിരിച്ചുപിടിക്കുവാൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത് സ്വാമി ആനന്ദവനം ഭാരതിയാണ്. സ്വീകരണ പരിപാടികളിൽ വേദിയിൽ മാത്രമാണ് മാറ്റമുണ്ടായിട്ടുള്ളത്. പറഞ്ഞ ദിവസത്തിൽ പറഞ്ഞ സമയത്ത് തന്നെ പരിപാടി ഭംഗിയായി നടത്തുന്നതിന് വേണ്ടി വേദി സ്വാമി വിവേകാനന്ദ റോഡിലെ ഷൊർണൂർ റോഡിലെ കൗസ്തുഭത്തിലേക്ക് പിന്നീട് മാറ്റേണ്ട സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്.